ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രി ഫിൻ അക്കാദമിയുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. 2 മാസങ്ങൾക്ക് മുന്നേ എന്താണ് കമ്മ്യൂണിറ്റി എന്നും എങ്ങനെയാണ് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ എത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നു, പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ സ്റ്റുഡൻസൊക്കെ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ടോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു 22ാമത്തെ ബാച്ചായിരുന്നു കറൻ്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 30ാമത്തെ ബാച്ച് കറൻ്റ്ലി റണ്ണിങ് ആണ്. സോ അത് തന്നെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി എത്രമാത്രം പവർഫുൾ ആണ് എന്നുള്ള കാര്യം. സ്റ്റോക്ക് ട്രേഡിംഗ് പഠിക്കുകയാണെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുകയാണെങ്കിലും തിയറി എന്നതിലുപരി പ്രാക്ടിക്കലാണ് ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിയറി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മെൻറ്റർ സപ്പോർട്ട് അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് തുടർന്ന് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അങ്ങനെ നോക്കുമ്പം നമ്മുടെ കമ്മ്യൂണിറ്റി വളരെയധികം സപ്പോർട്ടീവ് ആണെന്നും വളരെയധികം എൻഗേജിങ് ആണെന്നും നല്ല രീതിയിൽ സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് തന്നെ അവരവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നൈബേഴ്സ് അവരൊക്കെ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോസ് ചെയ്യുന്നതും. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ളൊരു വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം കമ്മ്യൂണിറ്റിയുടെ മാറ്റങ്ങൾ നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പുതുതായിട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ വീഡിയോസാണ്. മെൻറ്റേഴ്സിൻ്റെ ട്രേഡ് പ്ലാൻസ് അല്ലെങ്കിൽ അവരുടെ ബ്രേക്ക് ഡൗൺ വീഡിയോസ്, അവർ ട്രേഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്റ്റുഡൻസ് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ആവുകയാണ്. അതായത് അടുത്ത ദിവസം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള അതൊക്കെ. അപ്പം അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നുണ്ട് സ്റ്റുഡൻസിന്. നമുക്ക് ഒരുപാട് വീഡിയോസുകൾ ഈ ഒരു ചാനലിൽ ഇവിടെ നിഫ്റ്റി ആണെങ്കിലും ഫോറക്സിൻ്റെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ കാണാം, ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു റിപ്ലൈ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പം നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും കുറച്ച് ദിവസങ്ങളായി വളരെ ട്രെൻഡിങ് ആണ്. ഇവിടെ കാണാം പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന 41,000. ഫാത്തിമ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു ലേഡിയാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് 41,000. പിന്നെ ഇവിടെ കാണാം 3,000, 9,000 കാണാം. ചെറിയൊരു ലോസ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 5,600, 6,600, ഓക്കെ, 1,100 കാണാം, 2,100 കാണാം, 100 രൂപ കാണാം. സോ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും അതൊക്കെ പ്രോഫിറ്റ് തന്നെയാണ്. 582 കാണാം, 20 രൂപ കാണാം, ഓക്കെ, 10,000 കാണാം. ഒരുപാട് പേര് നമുക്കിവിടെ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ പ്രോഫിറ്റും മേക്ക് ചെയ്യുന്നുണ്ട്. 30,000 കാണാം. ഇതിപ്പോൾ ഓപ്ഷൻസിലല്ല ട്രേഡ് എടുത്തിട്ടുള്ളത്, സ്റ്റോക്കിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. ഏകദേശം 30,000 രൂപയുടെ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മേക്ക് ചെയ്തത് സുമൈറ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ലേഡീസും നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. ലേഡീസ് എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരാണ്. അപ്പം അവർക്കും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അവർ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ല റിസൾട്ട് അവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് 26th ബാച്ചാണ്. 26th ബാച്ച്, ഇപ്പം 30th ബാച്ചാണ് നടക്കുന്നത്. 26th ബാച്ചുള്ള ഒരാളാണ് ഈ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പ്രോഫിറ്റ് കാണുന്ന സമയത്ത്. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്യല്ല, ഹാർഡ് വർക്കിൻ്റെ മുകളിൽ അവർ പ്രാക്ടീസ് ചെയ്തതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റാണ്. സോ അതിൽ അവർക്ക് സന്തോഷമുള്ള കാര്യം, അതുകൊണ്ടാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രേഡർ ഓഫ് ദ വീക്കാണ്. അപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡർ ഓഫ് ദ വീക്ക് നമുക്ക് ബോയ്സ് വരാറുണ്ട്, ലേഡീസ് വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയും കിട്ടിയിട്ടുള്ളത് ലേഡീസിന് തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലും ലേഡീസ് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നും കൂടെ അർത്ഥമാകുന്നത്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച ട്രേഡർ ഓഫ് ദ വീക്ക് ആയിട്ടുള്ളത് ദിവ്യ പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണ്. നമുക്ക് കാണാം. ഓക്കെ, ദിവ്യ പ്രദീപ് ആണിത്. ബാച്ച് 20th ആണ്. ഓക്കെ, അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട്
ആ ഒരു വീക്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്തതുകൊണ്ടാണ് ദിവ്യയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഒരു 1000 റുപ്പീസിൻ്റെ ആമസോണിൻ്റെ വൗച്ചറാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് ദിവ്യയുടെ ഭാഗത്തു നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഇതൊരു ഗ്യാംബ്ലിംഗ് ആണെന്ന് കരുതിയിട്ടുള്ള ഒരാളായിരുന്നു. സോ ഇത് പഠിച്ച് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാംബ്ലിംഗ് അല്ലെന്നും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നും നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും ഒക്കെയാണ് ഇവിടെ അവർ പറയുന്നത്. ഓക്കെ, അതിന് മുന്നത്തെ ആഴ്ച കിട്ടിയിട്ടുള്ളത് അഖില എന്ന് പറയുന്ന ആൾക്കാണ്. ഓക്കെ, അഖില എന്ന് പറയുന്ന ആൾക്കാണ്. അഖിലയുടെ ഭാഗത്തു നിന്നും അഖിലയുടെ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട്. സോ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ അവർ പഠിച്ച സ്റ്റുഡൻസ് തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ പവർഫുള്ളായി പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോറക്സിൻ്റെ നോക്കുകയാണെങ്കിലും ഫോറക്സിൻ്റേതാണെങ്കിലും ഫോറക്സിൻ്റെ ചാനലാണിത്. ഇവിടെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട്, മെൻറ്റേഴ്സിൻ്റെ ചാർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെൻറ്റേഴ്സിൻ്റെ ചാർട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ അവരവരുടെ സെറ്റപ്പാണ്. സോ ആ സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല നല്ല ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഒരുപാട് ചാർട്ടുകൾ കാണാം, ഒരുപാട് ചാർട്ടുകൾ ഇവിടെ കാണാം. ഓക്കെ, പിന്നെ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റുഡൻസും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. ഫോറക്സിലാണെങ്കിലും സ്റ്റോക്സിലാണെങ്കിലും ഓപ്ഷൻസിലാണെങ്കിലും ഒക്കെ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെയധികം പവർഫുള്ളാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു പവർ കൂടത്തേ ഉള്ളൂ. അപ്പം അതും ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.